നമ്മൂന് തല കഴുകാൻ വേണ്ടി ഒരു ഷാമ്പു ഉണ്ടാക്കുവാണ്. ഷാമ്പു അല്ല, അത് ഈ കഞ്ഞിവെള്ളം വെച്ച് ഉണ്ടാക്കുന്നതാണ്. കഞ്ഞിവെള്ളം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ എടുക്കണം. 1 സ്പൂൺ അരി, 1 സ്പൂൺ ഇല്ല, ഇത്രയേ ഉള്ളൂ. കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ആ കഞ്ഞിവെള്ളം എടുത്താൽ മതി. കഞ്ഞിവെള്ളം ഇല്ലാത്തത് കൊണ്ട് ഞാൻ 1 സ്പൂൺ അരി കഴുകി വെച്ചിട്ടുണ്ടേ. ഇതിനെ ഈ വെള്ളത്തിൽ ഇട്ടൊന്ന് തിളപ്പിക്കണം. കുറച്ച് വെള്ളമേ വെച്ചിട്ടുള്ളൂ, ഒരു 2 ഗ്ലാസ് വെള്ളമേ വെച്ചിട്ടുള്ളൂ. വേണ്ടത് ഒരു കറ്റാർ വാഴയുടെ തണ്ട്, എന്നിട്ട് കഴുകിയിട്ട് അതിൻ്റെ സൈഡിൽ മുള്ളൊക്കെ കളഞ്ഞെടുക്കണം. മണ്ണുണ്ട്. സൈഡിലെ മുള്ളിങ്ങനെ കളയണം. ഇടാൻ വേണ്ടത് ഒരു 2 തണ്ട് കരിവേപ്പില, ഈ കരിവേപ്പില നമ്മൾ ഇതിനകത്തോട്ട് ഊരി വെള്ളത്തിലോട്ട് ഇടുക. പിന്നെ ഈ കറ്റാർ വാഴയും ചെറുതായിട്ട് കട്ട് ചെയ്തങ്ങ് ഇടണം വെള്ളത്തിലോട്ട്. എന്നിട്ട് ഇതൊരു നല്ലവണ്ണം ഒരു 10 മിനിറ്റ് തിളയ്ക്കണം. കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ട് കരിവേപ്പിലയും കറ്റാർ വാഴയും കൂടി എടുത്താൽ മതി, തിളപ്പിച്ചെടുത്താൽ. കഞ്ഞിവെള്ളം ഇല്ല, ചോറ് വെച്ച് ഫ്രിഡ്ജിൽ ഇരിക്കണോണ്ട് കഞ്ഞി വേണ്ട, ഇങ്ങനെ വെച്ചതേ. അങ്ങനെ ഇത് തിളച്ചിട്ടുണ്ട്. തിളച്ച് അതിൻ്റെ ഇതൊക്കെ വെന്തിറങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തണുപ്പിച്ചെടുക്കണം. തണുത്തിട്ട് വേണം ഇതിനെ അരിച്ചെടുക്കാൻ. അപ്പം തണുക്കട്ടെ. തണുത്തിട്ടുണ്ട്, ഇതിനെ നമുക്ക് അരിച്ചെടുക്കാം. അതങ്ങ് തേക്കുന്നുണ്ട് തലയിൽ ഉള്ള ഷാമ്പൂവിന്. ഇങ്ങനെയൊന്ന് നോക്കട്ടെ. എല്ലാവരും പറയുന്നുണ്ട് നല്ലതാണ്, താരനൊക്കെ പോകുമെന്നാണ് പറയുന്നത്. ഭയങ്കര ഇവക്ക് തലയിൽ ഭയങ്കര താരന്. പിന്നെ ജലദോഷം പിടിക്കത്തില്ലായിരിക്കും. കഞ്ഞി വെള്ളം ചൂടുണ്ടല്ലോ, ഇച്ചിരി ചെറിയ ചൂടുണ്ട്. ചിലവർ പഴങ്കഞ്ഞി വെള്ളമൊക്കെ തേക്കും, ഉലുവയൊക്കെ ചേർത്ത്. പക്ഷെ അതൊക്കെ ജലദോഷം പിടിക്കും. ന്യൂമോണിയ വന്നിട്ട് അങ്ങോട്ട് മാറിയതേ ഉള്ളൂ. എൻ്റെ ഇടയിൽ കൂടി പഴങ്കഞ്ഞി വെള്ളം കൂടി ചേർക്കുവാണെങ്കിൽ രാവിലെ തേച്ച ഒരു ഷാമ്പു പോലെ ഉണ്ടാക്കി തേച്ച് കൊടുക്കാമായിരുന്നു. നല്ലതാണ്, തലമുടിക്കൊക്കെ നല്ല ഷൈനിങ് പോലെയുണ്ട്. എവിടെയും പോവുകയാണെങ്കിൽ രാവിലെ തേച്ചിട്ടാൽ നല്ലതാണ്. തലമുടി നല്ല ഷൈനിങ് ആയിട്ട് കിടക്കും. നല്ലൊരു മണവും ഉണ്ട് തലമുടിക്ക്. മുടിക്ക് നല്ല മണമുണ്ട്. എല്ലാവരും പരീക്ഷിച്ച് നോക്കുക.
ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.